വാട്സാപ്പിലെ ബ്ലൂ ടിക്ക് മാർക്ക് ഇത് പല ആളുകളും ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. എന്താ സംഭവം നിങ്ങൾക്ക് പിടികിട്ടിയോ? അതായത് നമുക്ക് ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട് എന്ന് അയച്ച വ്യക്തിക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബ്ലൂ ടിക്ക് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊരു ദോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ റീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നമുക്കും ബ്ലൂ ടിക്ക് കാണിക്കില്ല. എന്നാൽ വാട്സപ്പ് തുറക്കാതെ ബ്ലൂ ടിക്ക് ഓഫ് ചെയ്യാതെ നമുക്ക് ആര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും, അത് ഗ്രൂപ്പിൽ നിന്നാകട്ടെ വ്യക്തിപരമായിട്ടാകട്ടെ ആരുമാകട്ടെ, നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് റീഡ് ചെയ്യാൻ സാധിച്ചാലോ, അതും ബ്ലൂ ടിക്ക് വരാതെ. അങ്ങനെ ഒരു പ്രത്യേക ട്രിക്ക് നമ്മുടെ മൊബൈലിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന ഓപ്ഷൻ തന്നെയായിരിക്കും, എന്നാലും അറിയാത്ത പല ആളുകളും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. ഈ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം പ്രൈവസി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീഡ് ആൻഡ് റിസിപ്റ്റ്സ് എന്ന ഭാഗം ഓഫിലാണ് ഉള്ളത്. അതായത് നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഇങ്ങോട്ട് നമുക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാലും അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ടിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓഫ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യാണ്. കണ്ടോ, ഇതിപ്പോൾ ഓണിലാണ് ഉള്ളത്. ഇനി നമുക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ടിക്ക് മാർക്ക് വരും. ഞാനിപ്പോൾ ഈ മൊബൈലിൽ നിന്നും എൻ്റെ ഈ വാട്സപ്പിലേക്ക് ഒരു ഹായ് വിടുകയാണ്. ഓക്കെ, ഹായ് സെൻഡ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂ ടിക്ക് മാർക്ക് ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ ചാറ്റ് ലിസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇവിടെ ബ്ലൂ ടിക്ക് മാർക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ബ്ലൂ ടിക്ക് മാർക്ക് വരാതെ തന്നെ നമുക്കിത് റീഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഞാനൊന്ന് ബാക്ക് വരികയാണ്. എന്നിട്ട് മൊബൈലിൻ്റെ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിഡ്ജറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്നും വാട്സാപ്പ് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇതാ ഇവിടെ അവസാന ഭാഗത്ത് വാട്സാപ്പ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ചിലപ്പോൾ താഴ്ഭാഗത്തായിരിക്കും. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹോം സ്ക്രീനിൽ ആഡ് ആകും. ഇതാ ഇതുപോലെ ആഡ് ആകും. ഇത് നമുക്ക് വലിപ്പം കൂട്ടാം, കുറക്കാം. ഓക്കെ, ഇതാ ഇതുപോലെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ രൂപത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ മറ്റേ മൊബൈലിൽ നിന്നും എൻ്റെ ഈ മൊബൈലിൻ്റെ വാട്സാപ്പിലേക്ക് വീണ്ടും ഞാനൊരു മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, മെസ്സേജ് അയച്ച ഉടനെ തന്നെ എനിക്കത് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉടനെ തന്നെ മെസ്സേജ് ഇതാ ഇവിടെ ഈ വിൻഡോയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അയച്ച വ്യക്തിക്ക് ബ്ലൂ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കില്ല. വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. വാട്സാപ്പിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വാട്സാപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ ടിക്ക് വരും. വാട്സാപ്പ് നിങ്ങൾ തുറക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഏത് മെസ്സേജ് വന്നു കഴിഞ്ഞാലും, അതായത് ഗ്രൂപ്പിൽ നിന്നാകട്ടെ വ്യക്തിപരമായിട്ടാകട്ടെ ഏത് ചാറ്റ് ലിസ്റ്റിൽ നിന്നും നമുക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇതാ ഉടനെ തന്നെ ഇതാ ഇവിടെ വീണ്ടും ഞാൻ കുറച്ച് കീവേഡുകൾ ടൈപ്പ് ചെയ്തു. ഉടനെ തന്നെ സെൻഡ് ചെയ്തു. ഉടൻ തന്നെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം നമുക്കിത് റീഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ബ്ലൂ ടിക്ക് മാർക്ക് വരില്ല. ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ബ്ലൂ ടിക്ക് മാർക്ക് വരും. അതുകൊണ്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചാറ്റ് ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കത് റീഡ് ചെയ്യാനും സാധിക്കും. പക്ഷേ വാട്സപ്പ് തുറന്ന് നോക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാനും പാടില്ല. അതായത് ആ ഒരു ചാറ്റ് ലിസ്റ്റിൽ ഞാനിപ്പോൾ ഒറ്റ ചാറ്റ് ലിസ്റ്റാണല്ലോ ഇവിടെ ഓപ്പൺ ആക്കിയത്. വേറെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകരുത്. ക്ലിക്ക് ചെയ്താൽ ടിക്ക് മാർക്ക് വരും. ഓക്കെ, ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്ന മെസ്സേജ് മാത്രമാണ് കാണാൻ സാധിക്കുക. അതിനുശേഷം വന്ന മെസ്സേജ് ഒന്നും കാണാൻ സാധിക്കില്ല. ഇതുപോലെ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വിൻഡോയിൽ എല്ലാം നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കും. സ്ക്രോൾ ചെയ്ത് നോക്കാനും സാധിക്കും. പക്ഷേ അവിടെ ക്ലിക്ക് ചെയ്യരുത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.